ഏയ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ക്രിപ്റ്റോ കറൻസി മാർക്കറ്റിനെ ഒരു ചെറിയ അനാലിസിസ് ആണ്. കാരണം ഇപ്പോൾ അറിയാലോ, ക്രിപ്റ്റോ നമ്മൾ നല്ലൊരു രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല പെർസെൻറ്റേജ് റിട്ടേൺസ് തരുന്ന ഒരു അസറ്റ് ആണ് ക്രിപ്റ്റോസ്. പറഞ്ഞ പോലെ തന്നെ അതേപോലെ തന്നെ റിസ്ക്കും ഭയങ്കര കൂടുതലാണ്. അപ്പൊ നല്ലൊരു പ്രൊജക്റ്റ് കണ്ടെത്തിയിട്ട് അങ്ങനെയുള്ള പ്രൊജക്റ്റിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലോങ് റണ്ണിൽ നമുക്ക് നല്ല രീതിയിലുള്ള റിട്ടേൺസ് കിട്ടും എന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും നമ്മുടെ ഒരു ഫുൾ ക്യാപിറ്റൽ കൊണ്ടുപോയിട്ട് ഒരിക്കലും ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക. ഒരു ചെറിയ പെർസെന്റ്, ഇപ്പൊ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതിന്റെ ഒരു ചെറിയ പെർസെൻറ്റേജ് മാത്രം നമ്മൾ ക്രിപ്റ്റോയിലും കൂടി നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ നമുക്ക് ആദ്യം ഇപ്പോ ക്രിപ്റ്റോന്റെ ഒരു മൂവ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു സൈഡ് വേ മാർക്കറ്റ് ആണ്. ഒരു പല കോയിൻസും, അതായത് ഒരുപാട് കോയിൻസ് ഉണ്ട് ക്രിപ്റ്റോയില്. അപ്പൊ എല്ലാ ഒരു 10,000 അബവ് കോയിൻസ് എങ്ങാണ്ട് ഉണ്ട് ക്രിപ്റ്റോയില്. അപ്പൊ എല്ലാ ക്രിപ്റ്റോസും ക്രിപ്റ്റോ കറൻസീസ് എല്ലാം പലതും പല പ്രൊജക്റ്റിനെ ബേസ് ചെയ്തിട്ടാണ്. ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയിൽ ഉള്ള ഒരുപാട് നല്ല ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള ക്രിപ്റ്റോസ് ഉണ്ട് ടെക്നോളജി പരമായിട്ട്. അപ്പൊ അങ്ങനെയുള്ള ക്രിപ്റ്റോസിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വളരെ സേഫ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പൊ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ബിറ്റ് കോയിന് 64ലാണ് ഇപ്പോ ട്രേഡ് നടന്നുകൊണ്ടിരിക്കുന്നത്. എതൂറിയം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 3.5-ലാണ്. അതായത് 3500 USD-ലാണ് ഇപ്പോൾ ട്രേഡ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഞാനത് സംസാരിക്കാൻ പോകുന്നത് ഫണ്ടമെന്റൽ. ഇപ്പൊ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നിഫ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും കൂടുതലും സ്റ്റോക്കുകൾ അവിടെ മൂവ്മെന്റ് കൊടുക്കുന്നത്. അതായത് ആ നിഫ്റ്റി എന്ന് പറയുന്ന ഒരു ഇൻഡെക്സ് എങ്ങനെ പെർഫോം ചെയ്യുന്നു അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ബാക്കിയുള്ള എല്ലാ കമ്പനികളും പെർഫോം ചെയ്യുന്നത്. അപ്പൊ അതേപോലെ തന്നെയാണ് ക്രിപ്റ്റോ എന്ന് പറയുന്നത് എപ്പോഴും ബിറ്റ് കോയിൻ ആണ് ഒരു അവരുടെ ഒരു ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഈ ബിറ്റ് കോയിന്റെ പെർഫോമൻസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും ബാക്കിയുള്ള എല്ലാ കോയിൻസും പെർഫോം ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളൊരു ഉദാഹരണം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബിറ്റ് കോയിനും എതൂറിയവും. അപ്പൊ നമുക്ക് വളരെ ഈസി ആയിട്ട്, അതായത് വളരെ സേഫ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന, ഇപ്പൊ ഒരു ബിഗിനേഴ്സ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് ചെറിയ ചെറിയ കോയിൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഗെയിമിംഗ് കോയിൻസ് ഉണ്ട്, അതേപോലെ റിയൽ വേൾഡ് അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെ കോയിൻസുകൾ ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കോയിൻസിലൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ നന്നായിട്ട് ആ പ്രോജക്റ്റ് എന്താണെന്ന് നോക്കി പഠിക്കണം. പഠിച്ചതിന് ശേഷം മാത്രം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ബിറ്റ് കോയിൻ എന്ന് പറയുന്നത് നമുക്ക് വളരെ സേഫ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. കാരണം ബിറ്റ് കോയിൻ കുറച്ച് സ്ട്രോങ് ആണ്, ഫണ്ടമെന്റലി സ്ട്രോങ് ആണ്. അപ്പൊ നമുക്ക് എപ്പോഴും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഒരു ഭാഗം സേഫ് ആകുന്ന രീതിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. എസ്പെഷ്യലി ബിഗിനേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ചെറിയ ചെറിയ കോയിൻസിലൊന്നും കൊണ്ടുപോയിട്ട് വലിയ എമൗണ്ട് ഇട്ടിട്ട് നമുക്കൊരു 100x അല്ലെങ്കിൽ ഒരു 200x ഒക്കെ റിട്ടേൺസ് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക. കാരണം ഭയങ്കര റിസ്ക് പിടിച്ച ഒരു അസറ്റാണ്. പല കോയിൻസും എന്തിനാണ് എക്സിസ്റ്റ് ചെയ്യുന്നതെന്ന് പോലും ഒരു പ്രോപ്പറായിട്ട് ഒരു അതിന്റെ ഒരു വൈറ്റ് പേപ്പറോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ഇപ്പൊ നമുക്ക് ബിറ്റ് കോയിന്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബിറ്റ് കോയിന് നമുക്ക് വളരെ സേഫ് ആയിട്ട് ഒരു ചെറിയ പെർസെന്റേജ് ഒക്കെ നമ്മുടെ ഒരു നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കോയിൻ ആണ് ബിറ്റ് കോയിൻ. ഒരു ക്രിപ്റ്റോ കറൻസിയാണ്. അപ്പൊ ബിറ്റ് കോയിൻ എന്ന് പറയുന്നത് നമുക്ക് അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ 64,000-ലാണ് ഇപ്പോൾ ബിറ്റ് കോയിന് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമുക്ക് അതിന്റെ ഒരു പ്രൈസ് ആക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു 1 ഡേ ക്യാൻഡിലാണ്. സോ പ്രൈസ് ആക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആക്ച്വലി ഇപ്പോൾ ബിറ്റ് കോയിൻ ഹാൽവിംഗ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ളൊരു അപ് ട്രെൻഡ് കൊടുക്കേണ്ടതാണ്. പക്ഷെ ഇതുവരെ മാർക്കറ്റിൽ ഒരു അനക്കമില്ല. ഒരു സൈഡ് വേ മാർക്കറ്റ് ആയിട്ടാണ് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഓൾ ടൈം ഹൈ ആയിട്ട് ഒരു $73,000-$74,000 വരെ എത്തിയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് ഇപ്പോൾ ഒരു 10,000 $64,000 ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ബിറ്റ് കോയിനിൽ നമുക്ക് ചെറിയ ചെറിയ പെർസെൻറ്റേജ് ഓഫ് മണി എപ്പോഴും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം അതൊരു സ്ട്രോങ് ആണ്. ഇനി പലരും പ്രഡിക്ഷനും പലരും പറയുന്നത് ഒരു ഒരു ഈ $100, അതായത് ഒരു 1 മില്യൺ അല്ലെങ്കിൽ ഒരു അടുത്തൊരു സമയമാകുമ്പോഴത്തേക്ക് ഒരു 2 വർഷം 3 വർഷത്തിന്റെ ഗ്യാപ്പ് കൊണ്ട് എന്തായാലും 100 റീച്ച് ആവുന്നതാണ് പലരുടെയും ഒരു പ്രഡിക്ഷൻ. ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 64-ലാണ്. അപ്പൊ എപ്പോഴും നമുക്കൊരു ഒരു താഴേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണ്ടിട്ട് ചെറിയ ചെറിയ പെർസെൻറ്റേജ് മണി എപ്പോഴും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇപ്പൊ ബിറ്റ് കോയിൻ എന്ന് പറയുന്നത് ഒരു ക്രിപ്റ്റോ കറൻസിയാണ്. അപ്പൊ അത് ഒരു കറൻസി ആയിട്ട് മാത്രം ബിറ്റ് കോയിനെ കാണുക. ഒരു ലെയർ 1 ബ്ലോക്ക് ചെയിൻ ടെക്നോളജി വെച്ചിട്ടുള്ള ഒരു ക്രിപ്റ്റോ കറൻസിയാണ് ബിറ്റ് കോയിൻ. പിന്നെ നമ്മൾ എതൂറിയത്തിന്റെ കേസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എതൂറിയം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ക്രിപ്റ്റോ കറൻസി അല്ല. എതൂറിയം എന്ന് പറയുന്നത് ഒരു ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയാണ്. അപ്പോ ഇപ്പോ നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു യൂട്ടിലിറ്റി കോയിൻ ആണ് ഇപ്പൊ ബിറ്റ് കോയിനും എതൂറിയൊക്കെ. ഇപ്പൊ എതൂറിയം എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് ഒരു
യൂട്ടിലിറ്റിയാണ്. കാരണം ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചിട്ട് നമുക്ക് പല മെഷീൻസ് വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മുടെ പല നീഡ്സ് നമുക്ക് നടത്താൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ അതേപോലാണ് എതൂറിയം. എതൂറിയം എന്ന് പറയുന്നത് ഒരു യൂട്ടിലിറ്റി കോയിൻ ആണ്. അപ്പൊ എതൂറിയം ഒരു ലെയർ 1 ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയാണ്. അപ്പൊ ആ ഒരു ടെക്നോളജി വെച്ചിട്ട് മറ്റുള്ളവർക്ക്, അതായത് ഇപ്പൊ ഒരു നമ്മളിപ്പോ എങ്ങനെ കാണുക പറഞ്ഞാൽ, ഇപ്പൊ നമ്മളൊരു ഒരു കമ്പനി ആയിട്ട് എതൂറിയത്തെ കാണാം. ഓക്കെ, അപ്പൊ ഈ ഒരു ബ്ലോക്ക് ചെയിൻ ടെക്നോളജി, ഇപ്പൊ എതൂറിയം എന്ന് പറഞ്ഞ അതിന്റെ ഒരു ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയിൽ കൂടുതൽ കമ്പനീസ് വന്നിട്ട് അല്ലെങ്കിൽ ഒരുപാട് കോയിൻസ് ബിൽഡ് ചെയ്യുമ്പോൾ ആ ഒരു അതിന്റെ ഒരു ട്രാൻസാക്ഷൻസും കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിന്റെ ഫണ്ടമെന്റലി ആയിട്ടുള്ള എതൂറിയം എന്നുള്ള ആ ഒരു കോയിന് നല്ല രീതിയിൽ ഡിമാൻഡ് വർദ്ധിക്കും. അങ്ങനെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന്റെ പുറത്ത് നമുക്ക് നല്ല രീതിയിലുള്ള റിട്ടേൺസ് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതായത് ഒരു ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയാണ്. അപ്പൊ ഈ ഒരു ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയിൽ കൂടുതൽ ആളുകൾ ഈ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി അല്ലെങ്കിൽ വലിയ വലിയ കമ്പനികൾ ഈ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി വെച്ചിട്ട് വേറെ പ്രൊജക്റ്റുകൾ ബിൽഡ് ചെയ്യുമ്പോൾ, അതായത് ഡീസെൻട്രലൈസ്ഡ് ആപ്പുകൾ അല്ലെങ്കിൽ ഡീസെൻട്രലൈസ്ഡ് ഫൈനാൻസ് ആപ്പുകൾ, ഇങ്ങനെയുള്ള ആപ്പുകളൊക്കെ ബിൽഡ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അത് ബ്ലോക്ക് ചെയിൻ എതൂറിയത്തിന്റെ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ഉപയോഗിച്ചിട്ടായിരിക്കും. അപ്പോൾ എതൂറിയത്തിന് അവിടെയുള്ള, അതായത് എതൂറിയത്തിനകത്ത് ഈ ഒരു ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയിൽ നടത്താൻ ട്രാൻസാക്ഷൻ ഉപയോഗിക്കുന്ന ഒരു കോയിൻ ആണ് ഏത് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഡിമാൻഡ് വർദ്ധിക്കും. അങ്ങനെ നമുക്ക് നല്ല രീതിയിലുള്ള റിട്ടേൺസ് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഇപ്പൊ നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ഒണിയൻ, അതായത് ഒരു ഉള്ളിയുടെ ഒരു കോർ എന്ന് പറയുന്നത് അതിന്റെ പുറത്തുള്ള ലെയറാണ്. അപ്പൊ അത് നമുക്കൊരു ലെയർ 1 ഒരു ടെക്നോളജി ആയിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ എതൂറിയത്തിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഉള്ളിയുടെ കാര്യത്തിൽ അതാണല്ലോ ഒരു പുറത്തത്തെ ഒരു തോടാണ് അതിന്റെ ഒരു കോറ്. ഓക്കെ, അപ്പൊ അത് പൊളിച്ചു കഴിഞ്ഞാലാണ് പിന്നെ നമുക്ക് അടുത്ത ലെയറിലേക്ക് പോകുന്നത്. അപ്പൊ അതേപോലെയാണ് ലെയർ 1 എന്ന് പറയുന്നത് നല്ല സെക്യൂർഡ് ആയിട്ടുള്ള ഒരു സ്ട്രോങ് കോറാണ്. അപ്പൊ ആ ഒരു ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ഉപയോഗിച്ചിട്ട് കൂടുതൽ കമ്പനികൾ പല ഈ ഡീസെൻട്രലൈസ്ഡ് ആപ്പുകളും ഡെഫി ആപ്പുകളൊക്കെ ബിൽഡ് ചെയ്യുമ്പോൾ എതൂറിയം നല്ല രീതിയിൽ മുകളിലേക്ക് പോകും. ഇപ്പോൾ ഈ ബിറ്റ് കോയിൻ ആണെന്നുണ്ടെങ്കിലും എതൂറിയം ആണെന്നുണ്ടെങ്കിലും രണ്ടിന്റെയും ETF ഒക്കെ ഇപ്പൊ ഈയിടെയായിട്ട് മാർക്കറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോ നല്ല രീതിയിലുള്ള ഒരു അപ് ട്രെൻഡ് തരാൻ സാധ്യതയുള്ള രണ്ട് കോയിൻസ് ആണ് ബിറ്റ് കോയിനും എതൂറിയം ഒക്കെ. ഇപ്പൊ എല്ലാ ടെക്നോളജിയും പോലെ തന്നെ എതൂറിയം എന്ന് പറയുന്നത് വെറും പോസിറ്റീവ് മാത്രമല്ല, എതൂറിയത്തിന് കുറച്ച് നെഗറ്റീവ് സൈഡും കൂടി ഉണ്ട്. ബിക്കോസ് എതൂറിയത്തിന് ഗ്യാസ് ഫീ, അതായത് അവിടെ ട്രാൻസാക്ഷൻ നടത്താനുള്ള ഫീസ് കൂടുതലാണ്. അതേപോലെ ഒരുപാട് ട്രാൻസാക്ഷൻസ് നടത്താൻ കഴിയില്ല. അതേപോലെ ഒരു മിനിമൽ ട്രാൻസാക്ഷൻസ് മാത്രമേ ഒരു സെക്കൻഡിൽ ഒക്കെ നമുക്ക് നടത്താൻ പറ്റുള്ളൂ. അതേപോലെ കുറച്ച് സ്ലോ പ്രൊസീജിയറാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ കൊണ്ട് എതൂറിയത്തിന് അങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്. എന്നാലും എതൂറിയം എന്ന് പറയുന്നത് ഒരു 2025 ഒക്കെ ആകുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് ഒരു 10,000 USD ഒക്കെ മാർക്കറ്റ് ഹിറ്റ് ആവുന്നതാണ് പല പ്രഡിക്ഷൻസും ഉള്ളത്. അതേപോലെ ഈ എതൂറിയത്തിന്റെ കില്ലേഴ്സ് ആണ്, എതൂറിയം കില്ലേഴ്സ് ആണ് ആക്ച്വലി ഈ സൊലാന, അതേപോലെ തന്നെ പോളിഗോൺ ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഇതെന്താന്ന് പറഞ്ഞാൽ, ഇപ്പൊ പുറത്തുനിന്ന് നോക്കുമ്പോൾ എതൂറിയം ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയിൽ വർക്ക് ചെയ്യുന്നു. അപ്പൊ അവിടെ ചെറിയ ചെറിയ എന്താ പറയാ പ്രശ്നങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ട് അത് നികത്താൻ വേണ്ടിയിട്ടാണ് സൊലാന പോലെയുള്ള അല്ലെങ്കിൽ ഈ പോളിഗോൺ പോലെയുള്ള ഈ ബ്ലോക്ക് ചെയിൻ ടെക്നോളജീസ് വന്നിട്ടുള്ളത്. അപ്പൊ ഇവിടെ എന്താന്ന് പറഞ്ഞാൽ, ഇപ്പൊ സൊലാന ആണെന്നുണ്ടെങ്കിലും സൊലാന ഇപ്പോൾ ഇതേപോലെ തന്നെ നല്ലൊരു പ്രൈസ് ആക്ഷൻ ഇതിലാണ് ഇപ്പൊ ഉള്ളത്. അതായത് ഒരു 134 ഇപ്പൊ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സൊലാനയും ഈ പോലെ തന്നെ വിത്തിൻ 1 ഇയർ അല്ലെങ്കിൽ വിത്തിൻ 2 ഇയർ ഓൾമോസ്റ്റ് ഒരു 200 അബവ് ബ്രേക്ക് ആവുന്നതാണ് പല പ്രഡിക്ഷൻസും ഉള്ളത്. അപ്പൊ സൊലാന ഇതേപോലെ തന്നെ ട്രാൻസാക്ഷൻ ഫീസ് കുറവാണ്, എതൂറിയത്തിന് ട്രാൻസാക്ഷൻ ഫീസ് കൂടുതലാണ്. അതേപോലെ കുറച്ചും കൂടി കൂടുതൽ സ്പീഡായിട്ട് നമുക്ക് ട്രാൻസാക്ഷൻസ് നടത്താൻ പറ്റും. അപ്പൊ ഇതൊക്കെയാണ് സൊലാന കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ സൊലാന കുറച്ചും കൂടി ബെറ്റർ ആണ്. അപ്പൊ നിങ്ങളുടെ അടുത്ത് എമൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബിറ്റ് കോയിനിൽ ഒരു ചെറിയ പെർസെന്റേജ് ഇൻവെസ്റ്റ് ചെയ്യാം. ബിറ്റ് കോയിൻ ഈസ് എ ക്രിപ്റ്റോ കറൻസി. അപ്പോൾ അതാണ് അതിന്റെ ഒരു ഫണ്ടമെന്റൽ. അതേപോലെ തന്നെ എതൂറിയം എന്ന് പറയുന്ന ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയിൽ നമ്മൾ ബിലീവ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിന്റെ ഒരു ചെറിയ പെർസെന്റേജ് നമുക്ക് എതൂറിയത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അതേപോലെ സൊലാനയിലും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം ഇപ്പോഴത്തെ ഒരു പ്രൈസ് ആക്ഷൻ വെച്ചിട്ട് 134 USD ഉള്ളൂ. 134 USD എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ ഒരു പോയിന്റ് നിന്ന് മാർക്കറ്റ് എങ്ങോട്ട് വേണമെങ്കിലും പോവാം. പക്ഷെ ഇതൊരു പ്രൈസ് ആക്ഷൻ വെച്ചിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 2 ടൈം ഈ ഒരു മെയിൻ പോയിന്റിൽ ഹിറ്റ് ആയിട്ടുണ്ട്. ചിലപ്പം ഇതൊന്ന് ബ്രേക്ക് ചെയ്തിട്ട് താഴേക്ക് വരാം. ഈവൻ തോ ഒരു
നമ്മളൊരു ഫ്യൂച്ചർ കണ്ടിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സൊലാനയും നമ്മുടെ ഒരു പോർട്ട്ഫോളിയോന്റെ ഒരു ക്രിപ്റ്റോ പോർട്ട്ഫോളിയോന്റെ ഭാഗമാക്കിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ ഇതാണ് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പൊ നമുക്ക് ഒരുപാട് ക്രിപ്റ്റോ കറൻസീസ് ഉണ്ട്. എല്ലാ ക്രിപ്റ്റോ കറൻസിയിലും നമ്മൾ ഒരിക്കലും പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക. ഇപ്പൊ പല ക്രിപ്റ്റോ കറൻസീസ് എന്ന് പറയുന്നത് ഈ ഒരു ഇപ്പൊ ഡോജ് കോയിൻ ഒക്കെ ഒരു സമയത്ത് ഭയങ്കര ഹൈപ്പായിരുന്നു. ഡോജ് കോയിന് എന്താ പറയാ ഒരു മേം കോയിൻ ആണ്. അതേപോലെ ഡോജ് കോയിൻ ഒരു സമയത്ത് നല്ല മൂവ്മെന്റ് തന്നിട്ട് അതൊക്കെ ഒരു സ്കാം പോലെയാണ്. നമ്മൾ ഒരു സമയത്ത് കുറച്ച് ആളുകൾ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നു, ക്രിപ്റ്റോ മുകളിലേക്ക് പോകുന്നു. അതിന്റെ ശേഷം ആളുകൾ ആരൊക്കെ ഇനീഷ്യൽ സ്റ്റേജിൽ ആരൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് അവരൊക്കെ അവരുടെ പൈസ വിഡ്രോ ചെയ്യുന്നു. അപ്പൊ ഇതാണ് ഒരു ഡോജ് കോയിന്റെ ഒക്കെ ഒരു ഇത് പറയുന്നത്. ആവലാൻഡ് അതേപോലെ ഇത് നല്ലൊരു ക്രിപ്റ്റോയാണ്, ഒരു ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയിൽ വർക്ക് ചെയ്യുന്നതാണ്. അതേപോലെ ഈ എതൂറിയം കില്ലേഴ്സ് ആണ് ആക്ച്വലി ആവലാൻച്ച് ഒക്കെ. സോ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് നല്ല രീതിയിൽ നമുക്ക് ഇങ്ങനെയുള്ള ഒരുപാട് നല്ല കോയിൻസ് ഉണ്ട്. അപ്പോൾ ഒരു ബിഗിനേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ഒരുപാട് കോയിൻസിൽ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ട. നമുക്ക് ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള രണ്ടോ മൂന്നോ ഇപ്പോൾ ബിറ്റ് കോയിൻ എടുക്കാം, അതേപോലെ എതൂറിയം എടുക്കാം, സൊലാന എടുക്കാം. ഇങ്ങനെയുള്ള കോയിൻസ് നോക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. കാരണം ഇപ്പോൾ പ്രൈസ് ആക്ഷൻ നല്ല രീതിയിലാണ്. മാർക്കറ്റ് ഇപ്പോൾ കൂടുതൽ മുകളിലേക്കൊന്നും പോകുന്നില്ല. ഒരു സൈഡ് വേ മാർക്കറ്റാണ്. ആക്ച്വലി ഒരു ബോറിംഗ് മാർക്കറ്റാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ബോറിംഗ് മാർക്കറ്റിൽ നമ്മൾ ചെറിയ രീതിയിലൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മളൊരു ആഫ്റ്റർ ഒരു 1 ഇയർ അല്ലെങ്കിൽ 6 മന്ത് ഒക്കെ കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ചിലപ്പം കിട്ടിയെന്ന് വരില്ല. അപ്പോൾ ഓപ്പർച്യൂണിറ്റി കിട്ടുന്ന സമയത്ത് നമ്മൾ ചെറിയ പെർസെൻറ്റേജ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക. എന്നിട്ട് നല്ലൊരു ട്രെൻഡിങ് മാർക്കറ്റ് വരുന്ന സമയത്ത് നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യണമെങ്കിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക, മാറി നിൽക്കുക. അതല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ സൊലാനന്റെ കേസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇവിടെ ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ടെക്നോളജിയിൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ട്, ആ ഒരു പ്രൊജക്റ്റിൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ക്രിപ്റ്റോയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ചെറിയ പെർസെൻറ്റേജ് നിങ്ങൾക്ക് ഈ ഒരു ബിറ്റ് കോയിനും എതൂറിയവും ഇത് രണ്ടും ആയിരിക്കണം നിങ്ങളുടെ മേജർ ഒരു പോർട്ട്ഫോളിയോയുടെ ഒരു മേജർ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ബിറ്റ് കോയിനിലും ഇൻവെസ്റ്റ് ചെയ്യുക, എതൂറിയത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അതിനുശേഷമാണ് നമുക്ക് സൊലാനിയോ അല്ലെങ്കിൽ മറ്റുള്ള കോയിൻസ് ഒക്കെ വരുന്നത്. ഒരുപാട് കോയിൻസ് ഉണ്ട്. അപ്പൊ എല്ലാ കോയിൻസിലും ഇൻവെസ്റ്റ് ചെയ്യണ്ടല്ലോ. അപ്പൊ നല്ല ഫണ്ടമെന്റലി സ്ട്രോങ് ആയ ഈ ക്രിപ്റ്റോസ് നോക്കിയിട്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ആഴ്ച കാണാം. അതുവരെ ബൈ.